ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ വെച്ചുകൊണ്ട് ചെയ്യുന്ന വിധമാണ് നോക്കിയത്. ഇവിടെ നമുക്ക് കിട്ടുന്ന എക്സ് വാരിയബിളും വൈ വാരിയബിളും ഒക്കെ ചെറിയ എമൗണ്ടുകളാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ സ്ക്വയറും അതേപോലെ തന്നെ ഇൻറ്റു ചെയ്യേണ്ടതെല്ലാം നമുക്ക് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം വലിയ വലിയ എമൗണ്ടുകളിലേക്കാണ് ഡിജിറ്റുകളിലേക്ക് പോകുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് തീരുന്നൊരവസ്ഥ ഉണ്ടാവാം. അങ്ങനെ വരുന്ന സമയത്ത് ഡീവിയേഷൻ എടുത്തുകൊണ്ട് ഏറ്റവും ചെറിയ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകത. കാരണം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും അതിൻ്റെ ഒറിജിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഡി എക്സ് ആയിട്ടും വൈ എന്ന് പറയുന്നത് ഡി വൈ ആയിട്ടും ഡീവിയേഷൻ എടുത്തുകൊണ്ട് ചെയ്യുന്നു മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ബി വൈ എക്സും ബി എക്സ് വൈ ഒക്കെ സെയിം ഇക്വേഷനാണ്. പക്ഷേ അതിൻ്റെ മുമ്പിൽ എക്സിൻ്റെയും വൈൻ്റെയും മുമ്പിൽ ഒരു ഡി ഉണ്ടാവുമെന്ന് മാത്രമാണ് അവിടെ വ്യത്യാസമുള്ളത്. അതായത് ഡീവിയേഷൻ എടുക്കുന്നു എന്നുള്ളത് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 2 ജഡ്ജസ് ഉണ്ട്, പി ആൻഡ് ക്യൂ. അവർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട് 7 ഡ്രാമാറ്റിക് പെർഫോമൻസിന്. ഇൻഡിപെൻഡൻ്റ്ലി അവർ അവാർഡ് ചെയ്തിട്ടുള്ള മാർക്കുകളാണ് ഇതെല്ലാം. അപ്പോൾ 7 പെർഫോമൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ പി കൊടുത്ത മാർക്കും ഉണ്ട്, ക്യൂ കൊടുത്ത മാർക്കും ഉണ്ട്. ഇനി 8ാമത്തെ പെർഫോമൻസ് ഫോർ വിച്ച് ജഡ്ജ് ക്യൂ കുഡ് നോട്ട് അറ്റൻഡ്. 8ാമത്തെ പെർഫോമൻസ് ക്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല. വാസ് അവാർഡഡ് 37 മാർക്സ് ബൈ ജഡ്ജ് പി. പക്ഷേ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആരാണ്? പി ആണ് മാർക്സ് കൊടുത്തിരിക്കുന്നത്. 37 മാർക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ക്യൂ കൂടി പ്രസൻ്റ് ആയിരുന്നെങ്കിൽ എത്ര മാർക്കായിരുന്നു അവിടെ ക്യൂ കൊടുക്കാൻ സാധ്യത എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 8ാമത്തെ പെർഫോമൻസിന് ക്യൂ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര മാർക്കായിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്ത് സെയിം കോളം തന്നെയാണ്. പക്ഷേ അവിടെ വ്യത്യാസം എന്താ? ഡി എക്സ് ഡി വൈ ഡി എക്സ് സ്ക്വയർ ഡി എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ ഒക്കെ അവിടെ കാണുന്നു, ഡി വൈ സ്ക്വയർ ഇതൊക്കെ കാണുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ മാർക്സ് ബൈ പി കൊടുത്ത മാർക്കിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ മാർക്സ് ബൈ പി ആൻഡ് വൈ സ്റ്റാൻഡ്സ് ഫോർ മാർക്സ് ബൈ ക്യൂ കൊടുത്ത മാർക്സിനെ വൈ എന്നും പറയാം. അപ്പോൾ ആദ്യത്തെ കോളം എക്സും വൈയും കണ്ടു. രണ്ടാമത് നമ്മൾ കാണാറുള്ളത് ഡി എക്സ്, അതായത് എക്സ് മൈനസ് 42 ഡീവിയേഷൻ എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ എക്സ് കോളത്തിൽ എടുത്തിരിക്കുന്നത് ഏതാണ്? 42ൽ നിന്ന് ഡീവിയേഷൻ എടുക്കുന്ന പോലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 42 എന്നാണ് നമ്മൾ ചെയ്ത ഓരോ എക്സ് വാല്യൂവിൽ നിന്നാണ് 42 കുറയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കാണിച്ചു തരാം. 46 മൈനസ് 42, അപ്പോൾ എത്ര? 4. 42 മൈനസ് 42 0. 44 മൈനസ് 42 2. 40 മൈനസ് 42, അപ്പോൾ ഇവിടെ -2 ആണ് വരിക. ഇത് നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഡി വൈയും വൈയിൽ നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ 39 ആണ്. അപ്പോൾ ആദ്യത്തത് 40 മൈനസ് 39 1, പിന്നെ 38 മൈനസ് 39, അപ്പോൾ -1 ആണ് വരിക. അതിനുശേഷം ഡി എക്സും ഡി വൈയും കിട്ടിയാൽ പിന്നെ ഡി എക്സ് സ്ക്വയർ നമുക്ക് കാണാമല്ലോ. കാരണം ഡി എക്സ് 4 ആണ്. അപ്പോൾ ഡി എക്സ് സ്ക്വയർ എത്ര? 16 ആണ്. ഡി വൈ സ്ക്വയർ ഇതേപോലെ 1ൻ്റെ സ്ക്വയർ 1 ആണ്. പിന്നെ അടുത്ത കോളം ഡി എക്സ് ഇൻറ്റു ഡി വൈ ആണ്. 4 ഇൻറ്റു 1 4. അങ്ങനെയാണ്. അപ്പോൾ ഓരോ കോളവും നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ചെയ്തു. ഇനി നമുക്കിവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഓൺ എക്സ് ആണ് കാണേണ്ടത് അല്ലേ? കാരണം ക്യൂ കൊടുത്ത മാർക്കാണല്ലോ അറിയേണ്ടത്. അപ്പോൾ അത് കാരണം നമ്മൾ എക്സ് ബാർ ആദ്യം കണ്ടുപിടിക്കണം. എക്സ് ബാർ കാണുമ്പോൾ സിഗ്മ എക്സ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 301/7 ആണ്, 43. വൈ ബാർ എന്ന് പറയുന്നത് സിഗ്മ വൈ ബൈ എൻ ആണ്. അപ്പോൾ 266/7 38 ആണ്. ഇനി ബി വൈ എക്സും ബി എക്സ് വൈ ഇവിടെ കാണുന്നത് ബി വൈ എക്സ് ആണ് കാണുന്നത്. അപ്പോൾ വൈ ഓൺ എക്സ് അല്ലേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബി വൈ എക്സ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്താ വരിക? നമ്പർ ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ താഴെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. എക്സ് ആണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നിൽ എന്ത് വരും? ഡി വരുന്നു മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ പറഞ്ഞാൽ എൻ 7 നമുക്കറിയാം. സിഗ്മ ഡി എക്സ് ഡി വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ട് 14 എന്നുള്ളത് പറയുന്നുണ്ട്. എന്നിട്ട് മൈനസ് ചിഹ്നം അതേപോലെ കൊടുത്തു. സിഗ്മ ഡി എക്സ് 7 ആണ് ഇൻറ്റു സിഗ്മ ഡി വൈ -7 ആണ്. ആ വാല്യൂസ് എല്ലാം അതേപോലെ നമ്മളവിടെ അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഇൻറ്റും ആഡിങ്ങും ഡിവിഷനും ഒക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യണമെന്ന് മാത്രം. 7 ഇൻറ്റു 14 അത് കിട്ടുന്ന ആൻസറിൽ നിന്ന് 7 ഇൻറ്റു -7 എത്രയാണോ കിട്ടുന്നത് അതിനെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 147 ഡിവൈഡഡ് ബൈ 7ൻ്റെ സ്ക്വയർ 49. 7 ഇൻറ്റു 35ൽ നിന്ന് കുറയ്ക്കുക, അപ്പോൾ 196.
ഡിവൈഡ് ചെയ്യുമ്പോൾ 0.75 കിട്ടി. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ ബി വൈ എക്സ് കിട്ടിയ സ്ഥിതിക്ക് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. വൈ ഓൺ എക്സ് പറയുമ്പോൾ y മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അപ്പോൾ y മൈനസ് വൈ ബാർ എന്ന് പറഞ്ഞ് വൈ ബാർ നമ്മൾ ഓൾറെഡി 38 കണ്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ y മൈനസ് 38 ഈക്വൽ ടു 0.75 ഇൻറ്റു എക്സ് മൈനസ് 43. എക്സ് ബാർ 43 അല്ലേ? അപ്പോൾ 43. അപ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 0.75 എക്സ് മൈനസ് 32.25. അതിൽ നിന്ന് y മാത്രം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക, ബാക്കിയെല്ലാം റൈറ്റിലാണ്. അപ്പോൾ 0.75 എക്സ് മൈനസ് 0.75 ഇൻറ്റു 43 32.25 ആണ്. പ്ലസ് ഇനി ആ മൈനസ് 38നെ ഇങ്ങോട്ട് റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പം അവിടെ പ്ലസ് 38 ആയിട്ട് മാറും. കാരണം ഇതെല്ലാം ഞാൻ ഇത്ര ഫാസ്റ്റ് ആയിട്ട് പറയും തോന്നണ്ട. കാരണം നമ്മുടെ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസിലെല്ലാം ഇത്തരത്തിലുള്ള പ്രോബ്ലം വളരെ സ്ലോ ആയിട്ട് നമ്മുടെ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അപ്ലൈ ചെയ്യാൻ മാത്രമേ നമുക്ക് അറിയേണ്ടുള്ളൂ. അതേ കാര്യങ്ങളാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും ഇങ്ങനെ കുറേ ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് വളരെ ഫാസ്റ്റാണ്, കുറേ ആളുകൾ പറയും ഇത്രയും സ്ലോ ആയിട്ട് എടുത്തിട്ട് ബോറാണ് എന്നുള്ളത്. പക്ഷേ ഇത് ഏത് വീഡിയോ ആണ് നിങ്ങളുടെ കയ്യിൽ ആദ്യമായി കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ആദ്യം മുതൽ തന്നെ എന്നെ ഫോളോ ചെയ്ത ഒരാളാണെന്ന് വെച്ചാൽ അതേ ഫ്ലോയിൽ അവർക്കത് പോവാൻ സാധിക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമാണ്. അപ്പോൾ അങ്ങനെ വൈയുടെ വാല്യൂ നമ്മളവിടെ കണ്ടുപിടിക്കുക. അപ്പോൾ y ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? 0.75 എക്സ് പ്ലസ് 5.75. അപ്പോൾ ഇങ്ങനെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യണം അല്ലേ? എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ Q ആബ്സെൻ്റ് ആയിരുന്നു ആ 8ാമത്തെ പെർഫോമൻസ് കാണാൻ. P കൊടുത്ത മാർക്ക് 37 ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണല്ലോ പിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അതാണ് 37 എന്ന് പറയുന്നത്. അപ്പോൾ 0.75 ഇൻറ്റു 37 പ്ലസ് 5.75. അപ്പോൾ 0.75 ഇൻറ്റു 37 എത്ര കിട്ടുക? 27.75 പ്ലസ് 5.75 വരുമ്പം 33.50. അപ്പോൾ ഇവിടെ എന്താണ് Q പ്രസൻറ്റ് ആയിരുന്നെങ്കിൽ Q കൊടുക്കേണ്ട സ്കോർ എന്ന് പറയുന്നത് 33.5 ആണെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു ഇക്വേഷനിൽ ഡീവിയേഷൻ എടുത്തുകൊണ്ട്, കാരണം ഇവിടെ 46ഉം 40ഉം പറഞ്ഞതിന് അത്യാവശ്യം വലിയ സംഖ്യകളായി. അതിൻ്റെയൊക്കെ എക്സും വൈയും എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഡി എക്സ് ഡി വൈ ഒക്കെ കാണുമ്പോൾ കുറച്ച് വലിയ സംഖ്യകളാണ് കിട്ടുക. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഡീവിയേഷൻ എടുത്തുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒറിജിനൽ കിട്ടുന്ന ആൻസറിനൊന്നും വലിയ ചേഞ്ച് ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലത്തിൽ തന്നെ വെൻ ഡീവിയേഷൻസ് ആർ ടേക്കൺ ഫ്രം ആക്ച്വൽ മീനിൽ നിന്നാണ് നമ്മൾ ഡീവിയേഷൻ എടുക്കുന്നതെങ്കിൽ, ശരിക്കും മീൻ കണ്ടിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഡീവിയേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് എന്താവും? ചിലപ്പോൾ ഡി എക്സും ഡി വൈയും ഒക്കെ 0 ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഡി എക്സും ഡി വൈയും 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബി വൈ എക്സും ബി എക്സ് വൈ ഒക്കെ കാണുമ്പോൾ അത് നമ്മൾ 0 ചെയ്തു പോകുമ്പോൾ എന്താ 0 ആയിട്ട് വരും. അപ്പോൾ അവിടെ ബാലൻസ് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡ് ബൈ സിഗ്മ ഡി എക്സ് സ്ക്വയർ മാത്രമാണ് അവിടെ ഉണ്ടാവുള്ളൂ. ബി വൈ എക്സ് കാണുമ്പോൾ, ബി എക്സ് വൈ കാണുമ്പോൾ താഴെ ഡി വൈ സ്ക്വയർ മാത്രം, മുകളിലൊക്കെ സെയിം തന്നെ, താഴെ ഡി വൈ സ്ക്വയർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സിഗ്മ ഡി എക്സും സിഗ്മ ഡി വൈയും ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കുന്നതോ ക്വസ്റ്റ്യനിലോ അത് 0 ആയി തന്നാൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമുക്ക്, കാരണം അവിടെ 0 വന്നാൽ തന്നെ അവ തമ്മിലുള്ള ഇൻഡുലെല്ലാം അത് 0 ആയി പോകും. ബാലൻസ് അവശേഷിക്കുന്ന ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതേ മോഡലിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ സെയിൽസും പർച്ചേസും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ട് സെയിൽസിനെ എക്സ് ആയിട്ടും പർച്ചേസിനെ വൈ ആയിട്ടും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആക്ച്വൽ മീനിൽ നിന്നാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്ച്വൽ മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളെടുത്ത ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഇതാണ് എന്നുള്ളത് അസ്യൂം ചെയ്താൽ, പക്ഷേ ഇവിടെ നമുക്ക് അസംഷൻ പറ്റില്ല, ആക്ച്വൽ മീൻ തന്നെ എടുക്കാമെന്ന് പറയുന്നുണ്ട്. ആക്ച്വൽ മീൻ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ എക്സിൻ്റെ വാല്യൂ ഫുള്ളായിട്ട് ടോട്ടൽ ചെയ്തു, വൈൻ്റെ വാല്യൂ ടോട്ടൽ ചെയ്തു. അപ്പോൾ ഇവിടെ എക്സ് 900 ബൈ എണ്ണം എത്രയാണ്? 10 നമ്പറാണ് ഉള്ളത്. അപ്പോൾ 900 ബൈ 10 90 ഇവിടെ എന്തായിട്ട് എടുക്കാൻ പറ്റുള്ളൂ? ആക്ച്വൽ മീനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വൈയും വാല്യൂ കണ്ടു. അപ്പോൾ ടോട്ടൽ ചെയ്തപ്പം അവിടെ 700 കിട്ടി. 700 ബൈ 10 70 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഡീവിയേഷൻ എടുക്കുന്ന ആക്ച്വൽ മീനിൽ നിന്നാണ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ പറയുമ്പോൾ 91 മൈനസ് 90 അങ്ങനെ വേണം ചെയ്യാൻ. വൈയിൽ പറയുമ്പം 71 മൈനസ് 70. അപ്പോൾ അങ്ങനെയാണ് അത് ഡീവിയേഷൻ എടുത്തത്. ആക്ച്വൽ മീനിൽ ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ടോട്ടൽ ചെയ്തപ്പോൾ കണ്ടോ, സിഗ്മ ഡി എക്സും സിഗ്മ ഡി വൈ ഇവിടെ എന്ത് കിട്ടി? 0 കിട്ടി. 0 കിട്ടുമ്പോൾ ബി വൈ എക്സും ബി എക്സ് വൈയും കണ്ട ഇക്വേഷൻ എന്താണെന്ന് മോളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 കോളം ചെയ്തു, അത് 0 കിട്ടി. പിന്നെ ഡി എക്സ് സ്ക്വയർ ഡി വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ കണ്ടു.
ഡി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു ഡി എക്സിൻ്റെ സ്ക്വയറാണ് ഇവിടെ വരുന്നത്, ഇവിടെ ഡി വൈൻ്റെ സ്ക്വയറാണ്, പിന്നെ ഇവ തമ്മിൽ ഇൻറ്റു ചെയ്താണ് ഡി എക്സ് ഡി വൈയിൽ വരുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ കോളത്തിൽ അതുപോലെ എഴുതി ടോട്ടൽ ചെയ്തു. ടോട്ടൽ ചെയ്തപ്പോൾ ഇത് രണ്ടും 0 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബി വൈ എക്സും ബി എക്സ് വൈയും കണ്ട ഇക്വേഷൻ മുകളിൽ പറഞ്ഞു ബി വൈ എക്സ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞു ഈ സൈഡിൽ ഏറ്റവും അവസാനം വരുന്നതാണ് ഇവിടെ താഴെ വരിക. വൈ എക്സ് ആണെങ്കിൽ എന്താ മുകളിൽ സിഗ്മ ഡി എക്സ് ഡി വൈ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് എന്താണ് 0 ആണ്. ഡിവൈഡ് ബൈ സിഗ്മ ഡി എക്സ് സ്ക്വയർ, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എമൗണ്ട് ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ അത് അതേപോലെ ചെയ്യുമ്പോൾ 0.61 കിട്ടി. ബി എക്സ് വൈ ചെയ്യുമ്പം ഇതേപോലെ തന്നെ ഇവിടെ വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത സമയത്ത് 1.36. ഇക്വേഷൻ ഓഫ് ലൈൻ റിഗ്രഷൻ ഓഫ് വൈ ഓൺ എക്സ് ആണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ വൈ മൈനസ് വൈ ബാർ എത്രയാണ് 70 ഈക്വൽ ടു 0.61. ഇപ്പം നമുക്ക് കിട്ടിയ ബി വൈ എക്സ് 0.61 ഇൻറ്റു എക്സ് മൈനസ് 90. 90 എന്ന് പറയുന്നത് ഏതാണ്, എക്സ് ബാർ ആണ്. 90 ഈക്വൽ ടു 0.61 എക്സ് മൈനസ് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പം 54.9. ഇനി നമുക്ക് ഇക്വേഷനിൽ കൊണ്ടുമ്പോൾ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വൈനെ ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് നമ്മൾ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇക്വേഷൻ ഇവിടുത്തെ ഇക്വേഷൻ്റെ ഈ സംഭവങ്ങളെല്ലാം അതേപോലെ എഴുതി. 0.61 എക്സ് മൈനസ് 54.9, പിന്നുള്ളത് ഈ 70 മാത്രമാണ്. അതിനെ ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ആ നെഗറ്റീവ് ഉള്ളത് എന്തായി, പോസിറ്റീവായി 70 ആയി. അപ്പോൾ വൈ ഈക്വൽ ടു എന്ത് കിട്ടി, 0.61 എക്സ് പ്ലസ്, എങ്ങനെ പ്ലസ് വന്നത്, ഇവ തമ്മിൽ വ്യത്യാസം എടുത്തു, മൈനസ് ചെയ്തു എന്നുള്ള പറഞ്ഞു. മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നം എന്താണ്, 70 അല്ലേ ഇവിടെ വലുത്, അപ്പോൾ പ്ലസ് അല്ലേ, അതുകൊണ്ട് ഇവിടെ പ്ലസ് 15.1 എടുത്തു. അപ്പോൾ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്തായിരുന്നു, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിട്ടാണ് പറഞ്ഞത്, ആക്ച്വൽ മീൻ എടുത്തു എന്ന് മാത്രമല്ല. അപ്പോൾ ഇവിടെ റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ ഇവിടെ വൈ മൈനസ് വൈ ബാറും കണ്ടു, എക്സ് മൈനസ് എക്സ് ബാറും കാണും, അത്ര ഇവിടെ ഇക്വേഷൻ കാണാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ കാണുമ്പോൾ ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ്. അപ്പോൾ എക്സ് മൈനസ് 90 എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു 1.36, അതായത് ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ മൈനസ് വൈ ബാർ 70. അപ്പോൾ ഈ 1.36 വൈ മൈനസ് ഇവ തമ്മിൽ ഇൻറ്റു ചെയ്താണ് 95.2 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇക്വേഷനിലേക്ക് വരുമ്പോൾ എക്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് ഈക്വൽ ടു കൊടുത്തു. ഇനി ഈ എഴുതി ഈ 1.36 മൈനസ് 95.2 അങ്ങനെ തന്നെ എഴുതി. ഇനി ഈ മൈനസ് 90 ഇങ്ങനെ റൈറ്റിലേക്ക് കൊണ്ടുവന്നു പ്ലസ് 90 ആയി. അപ്പോൾ ഇതിൽ എക്സ് എന്ന് പറയുന്നത് എന്തേ ഉള്ളൂ, ഇത് 95.2 ഉണ്ട് 90 ഉണ്ട്, ഇവ തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുക പറയുമ്പോൾ ചിഹ്നം വ്യത്യസ്തമായതുകൊണ്ട് മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. അപ്പോൾ 95.2ൽ നിന്ന് 90 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 5.2 ആണ്. കുറച്ചതിന് ശേഷം ഇവിടെ വലിയ സംഖ്യ ഇത് മൈനസ് ഫിഗർ, അപ്പോൾ ഇവിടെ മൈനസ് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്തായി, 1.36 എക്സ് മൈനസ് 5.2 ആയി മാറി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പഠിച്ചതെന്ന് പറഞ്ഞാൽ, ഇതുവരെ ചെയ്ത റിഗ്രഷൻ ഇക്വേഷനിൽ നിന്ന് വലിയ എമൗണ്ട് വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഡീവിയേഷൻ എടുത്തുകൊണ്ട് ഒരു പ്രോബ്ലം ചെയ്തു. ഇക്വേഷൻ എല്ലാം സെയിം ആണ്, അതിൻ്റെ മുന്നിൽ ഒരു ഡി ആഡ് ചെയ്തു എന്ന് മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആക്ച്വൽ മീനിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ സിഗ്മ ഡി എക്സും സിഗ്മ ഡി വൈയും 0 ആണ് വരിക. 0 വന്നു കഴിഞ്ഞാൽ ബി വൈ എക്സും ബി എക്സ് വൈയുടെയും പുതിയ ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് ഇപ്പോഴത്തെ ഈ പ്രോബ്ലം നമ്മൾ ചെയ്തത്. അങ്ങനെ 2 ടൈപ്പ് പ്രോബ്ലമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് ഫാസ്റ്റ് ആയതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞത്, ഓൾറെഡി മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം, കാരണം അത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് ടൈം കളയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോഴാണ് ആ ഒരു കണക്ഷൻ, പ്രത്യേകിച്ച് പ്രോബ്ലം പേപ്പർ ആവുമ്പം ഇടയിലത്തെ ഒരു ക്വസ്റ്റ്യൻ മാത്രം കണ്ടുകൊണ്ട് നമുക്കൊന്നും അവിടെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കാണാത്ത ആളുകൾ ദയവ് ചെയ്തിട്ട് മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഇതിലേക്ക് വരാനാണ് ഞാനൊന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതായത് നിങ്ങൾക്ക് ആ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് പേഴ്സണലി അറിയണമെങ്കിൽ നിങ്ങളൊരു 2 വാക്കുകളിലൂടെ ആ ഒരു കാര്യം ഒന്ന് അറിയിച്ച സന്തോഷം തന്നെയാണ്. അത് ലൈക്ക് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്.
നിങ്ങളെപ്പോലെ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇനിയും നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മളെടുക്കുന്ന ഒരു എഫേർട്ടിനുള്ള റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാം അടുത്തിരിക്കുന്ന ഒരു വേളയിൽ ഇതെല്ലാം വളരെ ഹെൽപ്ഫുള്ളായിട്ട് മാറട്ടെ. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.